ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിനായി 2 ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ട്, കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്ക എല്ലാം കൂടെ ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബേ ലീഫും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുരുമുളക് ഞാൻ കല്ലിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊടി ഉണ്ടായിരുന്നു. പൊടി ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കല്ലിൽ വെച്ച് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് കുരുമുളക്. 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാമേ. ഈ പട്ടയും ഗ്രാമ്പും ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴട്ടിയെടുക്കാമേ. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഗരം മസാല വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. മുളക് പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, ഈ പൊടിയുടെയൊക്കെ പച്ചമണം മറന്നിടം വരെ. ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ. ഈ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഈ ചിക്കനൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇതെല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ. തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ബാലൻസ് വെച്ചിരിക്കുന്ന പെപ്പർ അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിൽ ഞാൻ ഗ്രേവി കുറവാണ്, ഇതിൽ ഉപ്പ് കുറവായിരുന്നു. കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇതിൽ ഗ്രേവി കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിതിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഇത് മതിയെ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് മാറ്റുകയാണ്. പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നമ്മൾ ചിക്കൻ കറി വെക്കില്ലേ, ചിക്കൻ കറി വെക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്.
നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്